വേനൽ മഴ പെയ്തതോടെ കൊതുക് പെരുകാനുള്ള സാധ്യത വർദ്ധിച്ചു. റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെ കൊതുക് ഉൽപാദന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഡെങ്കിപ്പനിയും മറ്റ് കൊതുകുജന്യ രോഗങ്ങളും പടരാനുള്ള സാധ്യതയാണ് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ അനിവാര്യമാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത്തരം വെള്ളക്കെട്ടുകളിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകളാണ് പ്രധാന കൊതുകുൽപാദന കേന്ദ്രങ്ങൾ. ഈ ചിരട്ടകളിലെ വെള്ളത്തിൽ കൊതുക് വൻതോതിൽ പെരുകുന്നുണ്ട്. ചിരട്ടകൾ കമിഴ്ത്തി വെച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് പരിഹാരമാർഗം. പൈനാപ്പിൾ ചെടികളിലെ ഓലകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും കൊതുക് പെരുകുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. വീടുകളുടെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ടുള്ള ചിരട്ടകൾ, കുപ്പികൾ, പാത്രങ്ങൾ, പഴയ ടയറുകൾ എന്നിവയിലും വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകും. കൊതുക് വർദ്ധിക്കുന്നതോടെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുവാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും ഉറവിട നശീകരണം എന്ന ലക്ഷ്യത്തോടെ രംഗത്തിറങ്ങേണ്ടതുണ്ട്. ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും വേണമെന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. GTV ന്യൂസ്, കോതമംഗലം.